അപ്പോൾ ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇഷുക്കും നൈസുനും ഞാനൊരു പണി കൊടുത്തിട്ടോ. സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കലാണ് കേട്ടോ. ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കുക, ആവശ്യം തോന്നുന്നത് വേറെ വെക്കുക, ആവശ്യം ഉറപ്പുള്ളത് വെക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു രണ്ടാളും പാടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണേ. അപ്പോൾ ഇതാ ഇന്ന് സ്റ്റഡി ടേബിൾ വൃത്തിയാക്കി തരാമെന്നുള്ള പ്രോമിസിലാണ് ഇഷ്ടമോൾ ഇരിക്കണത്. അപ്പോൾ എന്താ ചെയ്യണേ? ഒക്കെ വേറെ വേറെ വെക്കേ. അതിനിടയ്ക്ക് സലീം ഷെയറാക്കും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരോട് അങ്ങനെ സംസാരിച്ച് ഇരുന്നിട്ടുണ്ട്. പിന്നെ ബുക്ക് ഇഷമോള് വേണ്ടാത്തത് അങ്ങനെ കെട്ടാക്കി മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ ചെയ്യേണ്ടത് എൻ്റെ പണിയാണ്. അതിനിടയ്ക്ക് അവർ അതിൻ്റെ ഇടയിൽ തന്നെ വന്ന് ഫുഡും കഴിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാൾക്കും ഓരോ സ്റ്റാൻഡ് ഉണ്ടാവും, ഫോണിൻ്റെ രണ്ടാൾക്കും ഓരോ ഫോണും ഉണ്ടാവും. അത് നോക്കി രണ്ടാളും കൂടിയും കഴിക്കും. അങ്ങനെ ചെയ്യാൻ അന്ന് പത്തിരിയും മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കിയത്. ഇന്നലത്തെ ചിക്കൻ കറിയും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് അത്താഴത്തിന് പത്തിരിയൊന്നും ഇല്ല, ചോറും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ രാത്രി 10:45 11 മണി ആയിട്ടുണ്ട് അപ്പോഴാട്ടെ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. എന്നും എനിക്ക് പത്തിരി ബാക്കി വരലുണ്ട്. അപ്പോൾ പത്തിരി കുറച്ചധികം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ കുറച്ച് ചോറും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകലാണ്. പക്ഷേ ഇന്ന് ചെറുതായിട്ടൊന്ന് പാളി.